ഹലോ ഗൈസ്, അപ്പോൾ ഈ ജാസൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കാടക്കോഴിനെ കൊണ്ടാട്ടോ. നമ്മുടെ കയ്യിൽ ഒരു 19 കോഴി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഈ ചൂടിൻ്റെ സമയമായതുകൊണ്ട് പെട്ടെന്ന് ചത്തുപോകായിരുന്നു. ഞാൻ കണ്ടാൽ തന്നെ അറിയാം, ചൂടിന് ഇതുകൊണ്ട് പെട്ടെന്ന് തൂവലൊക്കെ പോയി ആകെ സീനായിട്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഞാൻ കൊടുത്തു, ബാക്കി ഇനി എന്തായാലും നമുക്ക് തന്നെ ഒരു 6 എടുത്ത് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇപ്പോൾ ഏകദേശം രാത്രിയായി. അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ഫാസ്റ്റായിട്ടാണല്ലോ ഞാനിതൊക്കെ വേഗം കൊണ്ടെടുത്തത്. അപ്പോൾ നമുക്ക് നാടൻ കോഴീനെ പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് റിക്വസ്റ്റുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കാടയാണ് ചെയ്യുന്നത്. ചൂടിൻ്റെ സമയമായതുകൊണ്ട് കാട ഇങ്ങനെ അധികം നേരം വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. നമുക്കാണെങ്കിൽ മുട്ട അധികം കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ചിക്കൻ്റെ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുറച്ച് സ്കിന്നോടുകൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ തന്നെ ഈ ഇതായിട്ട് ചെയ്തത്. അല്ലാതെ മൊത്തത്തിൽ നമുക്ക് തൊലി പൊളിച്ചെടുത്ത് കളയാം. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്തത്. സ്കിന്ന് കുറച്ച് വേണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്തത്. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇതിനെ മുക്കിയെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ തോലെല്ലാം പെട്ടെന്ന് പോരും. വേഗം തന്നെ ക്ലീനിങ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ കാലും ഇതൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് കുടലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. നാളെ ഇടാനുള്ള മുട്ടയാന്ന് തോന്നുന്നു. ചെറിയ മുട്ടയൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിടി മുട്ടുണ്ട്.
വരാതിരിക്കുക. വേണ്ട സാധനങ്ങളൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന മഞ്ഞളും മുളകും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്, ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. ചെറുതായിട്ട് അധികം ഒന്നും വേണ്ട, ചെറിയ രീതിയിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കടയിലേക്ക് പുരട്ടി കൊടുക്കുക. കുറച്ച് സമയം വയ്ക്കുക, അതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മസാലയൊക്കെ മിക്സ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു അല്പം വിനീഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മസാല നന്നായിട്ട് അതിൽ പിടിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ മസാല നല്ല കുഴമ്പ് രൂപത്തിലങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പരട്ടിയെടുക്കുക. കുറച്ച് സമയം വയ്ക്കുക. നമ്മുടെ ഇന്നൊരു ഇത് കോഴിപ്പോയി വെറുതെ അല്ല മോനെ. അവിടെ നിന്നപ്പോ എല്ലാം തമാശയാ. വേണമെങ്കിൽ ഇതിലേക്ക് ചെറിയതായിട്ടൊന്ന് വരഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കനിലേക്ക് മസാല ഉള്ളിലേക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഒരു വരയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ സാധനം ഫ്രൈ ചെയ്തെടുക്കും. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ടോ. നമ്മൾ കഴിക്കാൻ പോവാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.